ഞാൻ ഡോക്ടർ മേഘ ഉണ്ണികൃഷ്ണൻ, തനസുഖം ആയുർവേദ ക്ലിനിക്കിലെ ഫിസിഷ്യനാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്കിൻ ഡിസീസിനെ പറ്റിയാണ്. മെയിൻലി അതിൽ പിമ്പിൾസ്, ആക്നെയെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഒന്ന് ഫുഡ് ഹാബിറ്റ്സ് ആണ്, പിന്നെ രണ്ടാമത് ഡാൻഡ്രഫ്, പിന്നെ ഹോർമോണൽ ഇംബാലൻസ്, സ്ട്രെസ്സും ഇതിനൊരു പ്രധാന കാരണമാണ്. പിന്നെ എന്തെങ്കിലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസികൾ വരുമ്പോൾ അങ്ങനെ കുറേ കാരണങ്ങൾ ഇതിന് ഒരു ഫാക്ടർ ആവുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങൾ നോക്കിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുള്ളത്. മെയിൻലി ഞങ്ങൾ ഹെർബൽ ഫേസ് പാക്ക് ആണ് ചെയ്യാറുള്ളത്. അതൊരു 1 hour ട്രീറ്റ്മെൻ്റ് ആണ്. അതിന് നല്ല റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. മെയിൻലി 3 സിറ്റിംഗ് ആണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത്. പിമ്പിൾസ് പോലെ തന്നെ യങ്സ്റ്റേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന കാരണമാണ് ഹെയർ ഫോൾ. മെയിൻലി അത് ഡാൻഡ്രഫ് കൊണ്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, തൈറോയിഡ്, ഹോർമോണൽ ഇംബാലൻസ്, അങ്ങനെ പല കാരണങ്ങളും അത് ഉണ്ടാവാൻ ഒരു ഫാക്ടറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആക്നെ പോലത്തെ സ്കിൻ കണ്ടീഷനിൽ ഞങ്ങളിവിടെ മെയിൻലി ഹെർബൽ ഫേഷ്യലാണ് കൊടുക്കാറ്. ഹെർബൽ ഫേഷ്യൽ ഞങ്ങൾ ആക്നെയ്ക്ക് മാത്രമല്ല, ഹൈപ്പർ പിഗ്മെൻറ്റേഷനും മലാസ്മ പോലത്തെ എല്ലാ കണ്ടീഷൻസിനും ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസിനും ഫേസിൽ വരുന്നതിന് കൊടുക്കുന്നുണ്ട്. അതിന് നല്ലൊരു 100% റിസൾട്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്കിൻ റിലേറ്റഡ് ഇഷ്യൂ അല്ലാണ്ട് വേറൊരു വലിയൊരു ഇഷ്യൂ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സും എല്ലാവരും ഫേസ് ചെയ്യുന്നത് ഹെയർ ഫോൾ ആണ്. ഹെയർ ഫോളിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് ഡാൻഡ്രഫ്, തൈറോയിഡ്, ഹോർമോണൽ ഇംബാലൻസ്, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, നിസ്സാരമായ കോൺസ്റ്റിപ്പേഷൻ വരെ ഇപ്പോൾ ഹെയർ ഫോളിനൊരു കാരണമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ മെയിൻലി തനസുഖത്തിൽ ഇപ്പോൾ വരാനുള്ള കാരണം നോക്കിയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് അതിന് അക്കോർഡിംഗ്ലിയാണ് പ്ലാൻ ചെയ്യാറ്.